സംപ്രാപ്തേ ഹിതകഥനായ താപസൗഘേ മത്തോന്യോ ഭുവനപതിർന്ന കശ്ചനേതി ത്വന്നിന്ദാവചനപരോ മുനീശ്വരൈസ്തൈ ശാപാഗ്നൗ ശലഭദശാമനായിവേന സംപ്രാപ്തേ ഹിതകഥനായ താപസൗഘേ മത്തോന്യോ ഭുവനപതിർന്ന കശ്ചനേതി ത്വന്നിന്ദാവചനപരോ മുനീശ്വരൈസ്തൈ ശാപാഗ്നൗ ശലഭദശാമനായിവേന താപസൗഘേ ഹിതകഥനായ സംപ്രാപ്തേ എന്ന് പറയുന്ന ശ്ലോകത്തിൽ, അതായത് മഹർഷിമാർ വേനനെ ഉപദേശിക്കാനായി വന്നപ്പോൾ, താപസൗഘേ ഹിതകഥനായ സംപ്രാപ്തേ, മഹർഷിമാർ ദുഷ്ടനായ വേനനെ ഉപദേശിക്കാനായി വന്നപ്പോൾ. താപസൗഘേ ഹിതകഥനായ എന്ന് പറയുമ്പോൾ ഉപദേശിക്കുക, നല്ലത് ഉപദേശിക്കാൻ വന്നു മഹർഷിമാർ. അതാണ് ഹിതകഥനായ സംപ്രാപ്തേ, നല്ലത് ഉപദേശിക്കാനായി മഹർഷിമാർ വന്നപ്പോൾ. മത്ത അന്യ ഭുവനപതി കശ്ചന ന. മത്ത എന്ന് പറയുമ്പോൾ ഞാനല്ലാതെ, അന്യഭുവനപതി ലോകനാഥനായി മറ്റാരും ഇല്ല എന്നാണ്. മത്ത അന്യ ഭുവനപതി ന കശ്ചന, ഭുവനപതി കശ്ചന ന. വേനൻ മഹർഷിമാരോട് അഹങ്കാരത്തോടു കൂടി പറയാണ്, ഞാനല്ലാതെ മത്ത അന്യ ലോകനാഥനായി കശ്ചന ന, മറ്റാരും ഇല്ല. മത്ത അന്യ ഭുവനപതി കശ്ചന ന, ഞാനല്ലാതെ ലോകനാഥനായി, അതായത് ഈശ്വരനായി, കശ്ചന ന, മറ്റാരും ഇല്ല. ഇതി ത്വന്നിന്ദാവചനപര വേന എന്നാണ്. ഗുരുവായൂരപ്പ, ഇപ്രകാരം അങ്ങയെ നിന്ദിച്ച് സംസാരിക്കാൻ തുടങ്ങിയ ദുഷ്ടനായ വേനൻ. ഇതി ത്വന്നിന്ദാവചനപര വേന എന്ന് പറയുമ്പോൾ, ഇപ്രകാരം അങ്ങയെ നിന്ദിച്ച് സംസാരിക്കാൻ തുടങ്ങിയ ദുഷ്ടനായ വേനൻ. ഇതി ത്വന്നിന്ദാവചനപര വേന. ഗുരുവായൂരപ്പ, ഇപ്രകാരം അങ്ങയെ നിന്ദിച്ച് സംസാരിക്കാൻ തുടങ്ങിയ ദുഷ്ടനായ വേനൻ. മുനീശ്വരൈഹി, മഹർഷിമാരാൽ, മുനീശ്വരൈഹി, മഹർഷിമാരാൽ, ശാപാഗ്നൗ, ശാപമാകുന്ന തീയിൽ എന്നാണ്. ശാപാഗ്നൗ, ശാപമാകുന്ന തീയിൽ, ശലഭദശാം അനായി. ശാപാഗ്നൗ ശലഭദശാം അനായി എന്ന് പറയുമ്പോൾ, ശാപമാകുന്ന തീയിൽ പാറ്റയുടെ അവസ്ഥയെ പ്രാപിച്ചു. ശാപാഗ്നൗ ശലഭദശാം അനായി, ശാപമാകുന്ന തീയിൽ പാറ്റയുടെ അവസ്ഥയെ പ്രാപിച്ചു. ഒരു പ്രാവശ്യം കൂടി പറയുമ്പോൾ, താപസൗഘേ ഹിതകഥനായ സംപ്രാപ്തേ, മഹർഷിമാർ
വേനനെ ഉപദേശിക്കാനായി വന്നപ്പോൾ മത്ത അന്യ ഭുവനപതി കശ്ചന ന. മത്ത അന്യ ഞാനല്ലാതെ ഭുവനപതി ലോകനാഥനായി അല്ലെങ്കിൽ ഈശ്വരനായി കശ്ചന ന മറ്റാരും ഇല്ല. ഇതി ത്വന്നിന്ദ വചനപര വേന. ഇപ്രകാരം ഗുരുവായൂരപ്പ അങ്ങയെ നിന്ദിച്ച് സംസാരിക്കാൻ തുടങ്ങിയ ദുഷ്ടനായ വേനൻ. ഇതി ത്വന്നിന്ദ വചനപര വേന. ഇപ്രകാരം ഗുരുവായൂരപ്പ അങ്ങയെ നിന്ദിച്ച് സംസാരിക്കാൻ തുടങ്ങിയ ദുഷ്ടനായ വേനൻ മുനീശ്വരൈഹി മഹർഷിമാരാൽ ശാപാഗ്നൗ ശലഭദശാം അനായി ശാപമാകുന്ന തീയിൽ ശലഭദശാം പാറ്റയുടെ അവസ്ഥയെ പ്രാപിച്ചു. മഴപ്പാറ്റകൾ തീയിൽ ചാടി നശിക്കുന്നു. അതാണ് പറയണത്. ശലഭദശാം അനായി എന്ന് പറയുമ്പോൾ മഴപ്പാറ്റയുടെ പോലെ വേനൻ നശിക്കുകയാണ്. അതാണ് മുനീശ്വരൈഹി ശാപാഗ്നൗ ശലഭദശാം അനായി മഹർഷിമാരാൽ ശാപമാകുന്ന തീയിൽ പാറ്റയുടെ അവസ്ഥയെ പ്രാപിച്ചു. മഹർഷിമാരുടെ ശാപം കൊണ്ട് അങ്ങോട്ട് ദഹിച്ച് ഭസ്മമായി എന്നാണ്. ഇനി സാരം പറയുമ്പോൾ മഹർഷിമാർ വേനനെ ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുമോ എന്ന് നോക്കി അതിനുവേണ്ടി ശ്രമിച്ചു. അപ്പോൾ വേനൻ അഹങ്കാരം കൊണ്ട് മതോന്മത്തനായി ഞാനല്ലാതെ ലോകനാഥനായി മറ്റാരുമില്ല, ഈശ്വരൻ വേറെയില്ല, ഞാൻ തന്നെയാണ് ഈശ്വരൻ, അതുകൊണ്ട് ഈശ്വരാരാധനകൾ വേറെ ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ വളരെ അഹങ്കാരത്തോടുകൂടി വേനൻ മഹർഷിമാരോട് സംസാരിച്ചു. ഇപ്രകാരം ഈശ്വര നിന്ദ ചെയ്യുന്ന വേനനെ മഹർഷിമാർ കോപം സഹിക്കുവയ്യാതെ, കലശലായ കോപം വന്നു മഹർഷിമാർക്ക്. അങ്ങനെ കോപം സഹിക്കുവയ്യാതെ തീയിൽ വീണ പാറ്റയെപ്പോലെ വേനനെ ശാപമാകുന്ന അഗ്നിയിൽ ദഹിപ്പിച്ചു. മഹർഷിമാർക്ക് കലശലായ കോപം വന്നു. അവരെന്ത് ചെയ്തു? തീയിൽ വീണ മഴപ്പാറ്റയെപ്പോലെ വേനനെ ശാപമാകുന്ന അഗ്നിയിൽ ദഹിപ്പിച്ചു. ഇപ്രകാരം വേനൻ അകാല മരണം പ്രാപിച്ചു. ഇനി ഒരു കണക്കിന് ദുഷ്ടന്മാരായ പുത്രന്മാർ ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് ഈ കഥ സൂചിപ്പിക്കുന്നു. കാരണം മക്കളോടുള്ള ഒട്ടിപ്പിടിക്കലാണല്ലോ മനുഷ്യന്, അതായത് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യം. അങ്ങനെ ആ മക്കളോടുള്ള ഒട്ടിപ്പിടുത്തം കൊണ്ട് മാതാപിതാക്കൾ ദുഃഖക്കടലിൽ പതിക്കുന്നു. ഇവിടെ അംഗരാജാവ് മകനെ വിട്ട് ഈശ്വര ഭജനത്തിനായി കാട്ടിലേക്ക് പോകുന്നു. അതായത് മകനെ ചൊല്ലിയുള്ള ദുഃഖം അദ്ദേഹത്തെ ഈശ്വരനിലേക്ക് അടുപ്പിച്ചു. അപ്പോൾ മക്കളെ ചൊല്ലിയുള്ള ദുഃഖം നമ്മെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നു. തന്നാശാദ് ഖലജനഭീരുകൈർമുനീന്ദ്രൈ
തന്മാത്രാ ചിരപരിരക്ഷിതേ തദംഗേ ത്യക്താഘേ പരിമഥിതാദഥോരുദണ്ഡാത് ദോർദണ്ഡേ പരിമഥിതേ ത്വമാവിരാസി തന്നാശാത് ഖലജനഭീരുകൈർമുനീന്ദ്രൈः തന്മാത്രാ ചിരപരിരക്ഷിതേ തദംഗേ ത്യക്താഘേ പരിമഥിതാദഥോരുദണ്ഡാത് ദോർദണ്ഡേ പരിമഥിതേ ത്വമാവിരാസി. ദുഷ്ടനാണെങ്കിലും രാജാവില്ലാത്ത അവസ്ഥ വന്നപ്പോൾ വേനനെ ജനങ്ങൾ രാജാവായി വാഴിച്ചു. സിംഹാസനത്തിൽ ഇരുത്തി രാജാവായി വാഴിച്ചു. വേനൻ എന്തു ചെയ്തു? ക്രൂരനാണ്, ദുഷ്ടനാണ്. അപ്പം അതുകൊണ്ട് രാജസിംഹാസനത്തിലിരുന്ന് വേനൻ ആത്മപ്രശംസ ചെയ്തുകൊണ്ടിരുന്നു. മാത്രമല്ല ഈശ്വരനിന്ദ ചെയ്തു. ഈശ്വരാരാധനകളെ, യാഗാദി കർമ്മങ്ങളെ ഒക്കെ നിരോധിച്ചു. കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ പറഞ്ഞ കാര്യമാണ്. ഇനി 4-ാം ശ്ലോകം. തന്മാത്ര തദംഗേ ചിരപരിരക്ഷിതേ എന്ന് പറയുന്നു. തന്മാത്ര എന്ന് പറയുമ്പോൾ വേനൻ്റെ മാതാവായ സുനീതയാൽ ആണ്. സുനീത എന്നാണ് വേനൻ്റെ അമ്മയുടെ പേര്. അതാണ് തന്മാത്ര തദംഗേ ചിരപരിരക്ഷിതേ. വേനൻ്റെ മാതാവായ സുനീതയാൽ വേനശരീരം യാതൊരു കേടും സംഭവിക്കാതെ വളരെ കാലം രക്ഷിക്കപ്പെട്ടിരിക്കെ എന്നാണ്. തന്മാത്ര തദംഗേ ചിരപരിരക്ഷിതേ. വേനൻ്റെ മാതാവായ സുനീതയാൽ വേനശരീരം യാതൊരു കേടും സംഭവിക്കാതെ വളരെ കാലം രക്ഷിക്കപ്പെട്ടിരിക്കെ. തന്നാശാത്. തന്നാശാൽ എന്ന് പറയുമ്പോൾ വേനൻ്റെ നാശം ഹേതുവായി. വേനനെ മഹർഷിമാർ ശപിച്ച് ഭസ്മമാക്കി. അതാണ് തന്നാശാത് എന്ന് പറയുന്നത്. വേനൻ്റെ നാശം ഹേതുവായി. അതായത് രാജാവില്ലാത്ത അവസ്ഥ വന്നു. ആ സമയത്ത് ഖലജനഭീരുകൈഹി മുനീന്ദ്രൈഹി എന്ന് പറയണു. രാജാവിൻ്റെ നാശം നിമിത്തം ഭയപ്പെടുന്ന, ദുഷ്ടന്മാരെ ഭയപ്പെടുന്ന മഹർഷിമാരാൽ എന്നാണ്. ഖലജനം എന്ന് പറയുമ്പോൾ ദുഷ്ടന്മാരായിട്ടുള്ള ജനങ്ങൾ എന്നാണ്. ഖലജനഭീരുകൈ മുനീന്ദ്രൈഹി എന്ന് പറയുമ്പോൾ രാജാവിൻ്റെ നാശം കൊണ്ട് ദുഷ്ടന്മാരെ ഭയപ്പെടുന്ന മഹർഷിമാരാൽ. തന്നാശാത് ഖലജനഭീരുകൈഹി മുനീന്ദ്രൈഹി. വേനൻ്റെ നാശം ഹേതുവായിട്ട് രാജാവില്ലാത്ത അവസ്ഥ വന്നതുകൊണ്ട് ദുഷ്ടന്മാരെ ഭയപ്പെടുന്ന മഹർഷിമാരാൽ. ഖലജനഭീരുകൈഹി മുനീന്ദ്രൈഹി എന്ന് പറയുമ്പോൾ ദുഷ്ടന്മാരെ ഭയപ്പെടുന്ന മുനിശ്രേഷ്ഠന്മാരാൽ, മഹർഷിമാരാൽ. അതായത് രാജ്യത്ത് രാജാവില്ലാത്ത അവസ്ഥ വന്നാൽ ദുഷ്ടന്മാർ തലപൊക്കും, അവർ ജനങ്ങളെ ഉപദ്രവിക്കും. ഇപ്രകാരം ഭയപ്പെട്ട മഹർഷിമാരാൽ എന്നാണ്. അതാണ് പറഞ്ഞത് ഖലജനഭീരുകൈഹി മുനീന്ദ്രൈഹി എന്ന്. അതിനുശേഷം അഥ എന്ന് പറയുമ്പോൾ അതിനുശേഷം
പരിമഥിതാത് ഊരുദണ്ഡാത് ത്യക്താഘേ എന്ന് പറയണു. പരിമഥിതാത് ഊരുദണ്ഡാത് ത്യക്താഘേ എന്ന് പറയുമ്പോൾ, ഊരുദണ്ഡം എന്ന് പറയുമ്പോൾ തൊട, പരിമഥിതാത് എന്ന് പറയുമ്പോൾ കടയ എന്നാണ്. അതാണ് പരിമഥിതാത് ഊരുദണ്ഡാത് എന്ന് പറയുമ്പോൾ തുട കടയപ്പെട്ട്, മഹർഷിമാരാൽ വേന ശരീരത്തിൻ്റെ തുട കടയപ്പെട്ട് എന്നാണ്. പരിമഥിതാത് ഊരുദണ്ഡാത് എന്ന് പറയുമ്പോൾ മഹർഷിമാരാൽ വേന ശരീരത്തിൻ്റെ തുട കടയപ്പെട്ടു. ആ സമയത്ത് ത്യക്താഘേ എന്ന് പറയുന്നു. ആ തുട കടഞ്ഞ സമയത്ത് വേന ശരീരത്തിലുണ്ടായിരുന്ന പാപമെല്ലാം നശിച്ചതായി തീർന്നിരിക്കേ എന്നാണ്. ത്യക്താഘേ എന്ന് പറയുമ്പോൾ തുട കടഞ്ഞപ്പോൾ വേന ശരീരം പാപമെല്ലാം നശിച്ചതായി തീർന്നിരിക്കേ എന്നാണ്. അപ്പോൾ പരിമഥിതാത് ഊരുദണ്ഡാത് ത്യക്താഘേ എന്ന് പറയുമ്പോൾ വേന ശരീരത്തിൻ്റെ തുട കടയപ്പെട്ടപ്പോൾ ആ ശരീരത്തിലെ പാപമെല്ലാം നശിച്ചതായി തീർന്നിരിക്കെ ദോർദണ്ഡേ പരിമഥിതേ എന്ന് പറയുന്നു. ബാഹു അല്ലെങ്കിൽ കയ്യ് കടയപ്പെട്ടപ്പോൾ എന്നാണ്. ദോർദണ്ഡേ പരിമഥിതേ എന്ന് പറയുമ്പോൾ വേന ശരീരത്തിൻ്റെ ബാഹു അല്ലെങ്കിൽ കയ്യ് കടയപ്പെട്ടപ്പോൾ ത്വം ആവിരാസി, ഗുരുവായൂരപ്പ, പൃഥുരൂപിയായ അവിടുന്ന് അവതരിച്ചു, പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അപ്പോൾ പരിമഥിതാത് ഊരുദണ്ഡാത് ത്യക്താഘേ, വേന ശരീരത്തിൻ്റെ തുട കടയപ്പെട്ടപ്പോൾ ത്യക്താഘേ, ആ ശരീരത്തിലെ പാപമെല്ലാം നശിച്ചതായി തീർന്നിരിക്കെ. ത്യക്താഘേ എന്ന് പറയുമ്പോൾ പാപം, അഘം എന്ന് പറയുമ്പോൾ പാപം എന്നർത്ഥമുണ്ട്. അതാണ് തുട കടഞ്ഞ് ആ ശരീരത്തിലെ പാപമെല്ലാം നശിച്ചതായി തീർന്നിരിക്കെ ദോർദണ്ഡേ പരിമഥിതേ, വേന ശരീരത്തിലെ കയ്യ് കടയപ്പെട്ടപ്പോൾ ത്വം ആവിരാസി, അല്ലയോ ഗുരുവായൂരപ്പ, പൃഥുരൂപിയായ അവിടുന്ന് അവതരിച്ചു, പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ഒരു പ്രാവശ്യം കൂടി പറയുമ്പോൾ തന്മാത്ര തദംഗേ ചിരപരിരക്ഷിതേ, വേനൻ്റെ മാതാവായ സുനീതയാൽ വേന ശരീരം യാതൊരു കേടും കൂടാതെ വളരെ കാലം സംരക്ഷിക്കപ്പെട്ടിരിക്കെ തന്നാശാത്, വേനൻ്റെ നാശം നിമിത്തം ഖലജനഭീരുകൈഹി മുനീന്ദ്രൈഹി, രാജാവിൻ്റെ നാശം നിമിത്തം ദുഷ്ടന്മാരെ ഭയപ്പെടുന്ന മഹർഷിമാരാൽ എന്നാണ്. തന്നാശാത് ഖലജനഭീരുകൈഹി മുനീന്ദ്രൈഹി, രാജാവിൻ്റെ നാശം നിമിത്തം ദുഷ്ടന്മാരെ ഭയപ്പെടുന്ന മഹർഷിമാരാൽ. അതായത് രാജ്യത്ത് രാജാവില്ലാത്ത അവസ്ഥ വന്നാൽ ദുഷ്ടന്മാർ തലപൊക്കും, അവർ ജനങ്ങളെ ഉപദ്രവിക്കും. ഇപ്രകാരം ഭയപ്പെട്ട മഹർഷിമാരാൽ എന്നാണ്. അതാണ് തന്നാശാത് ഖലജനഭീരുകൈഹി മുനീന്ദ്രൈഹി, വേനൻ്റെ നാശം നിമിത്തം ദുഷ്ടന്മാരെ ഭയപ്പെടുന്ന മഹർഷിമാരാൽ. അഥ പരിമഥിതാത് ഊരുദണ്ഡാത് ത്യക്താഘേ എന്ന് പറയുന്നു. അതിനുശേഷം വേന ശരീരത്തിലെ
തുട കടയപ്പെട്ടപ്പോൾ എന്നാണ്. പരിമഥിതാത് ഊരുദണ്ഡാത് എന്നൊക്കെ പറയുമ്പോൾ വേന ശരീരത്തിലെ തുട കടയപ്പെട്ടപ്പോൾ മഹർഷിമാരാൽ ആണ്. മഹർഷിമാരാൽ വേന ശരീരത്തിൻ്റെ തുട കടയപ്പെട്ടപ്പോൾ ത്യക്താഘേ ആ ശരീരത്തിലെ എല്ലാ പാപങ്ങളും നശിച്ചതായി തീർന്നിരിക്കേ എന്നാണ്. പരിമഥിതാത് ഊരുദണ്ഡാത് ത്യക്താഘേ എന്ന് പറയുമ്പോൾ തുട കടയപ്പെട്ടപ്പോൾ വേന ശരീരത്തിലെ പാപമെല്ലാം നശിച്ചതായി തീർന്നിരിക്കെ ദോർദണ്ഡേ പരിമഥിതേ ബാഹു അല്ലെങ്കിൽ കയ്യ് ദോർദണ്ഡേ എന്ന് പറയുമ്പോൾ കയ്യ് പരിമഥിതേ എന്ന് പറയുമ്പോൾ കടയപ്പെട്ടപ്പോൾ, ദോർദണ്ഡേ പരിമഥിതേ എന്ന് പറയുമ്പോൾ ബാഹു കടയപ്പെട്ടപ്പോൾ ഗുരുവായൂരപ്പ ത്വം ആവിരാസീഹി ത്വം ആവിരാസീഹി പൃഥുരൂപിയായ ഗുരുവായൂരപ്പ അവിടുന്ന് അവതരിച്ചു, പ്രത്യക്ഷപ്പെട്ടു. ത്വം ആവിരാസീഹി എന്ന് പറയുമ്പോൾ പൃഥുരൂപിയായ ഗുരുവായൂരപ്പ അവിടുന്ന് അവതരിച്ചു, പ്രത്യക്ഷപ്പെട്ടു. ഇനി പൃഥുവിൻ്റെ അവതാരം ഗുരുവായൂരപ്പ അവിടുത്തെ അംശാവതാരം തന്നെയാണല്ലോ. വേനൻ്റെ മാതാവായ സുനീതയാൽ വേന ശരീരം യാതൊരു കേടും കൂടാതെ വളരെ കാലം സൂക്ഷിക്കപ്പെട്ടു. ചിരപരിരക്ഷിതേ എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ വളരെ കാലം അമ്മയാൽ ആ ശരീരം സൂക്ഷിക്കപ്പെട്ടു. യോഗശക്തി കൊണ്ടാണ് അപ്രകാരം ചെയ്യാൻ കഴിഞ്ഞത്. ഇന്നത്തെ കാലത്തെ പോലെ അന്നും മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയുമെന്ന് പറയുന്നു ഈ ശ്ലോകത്തിൽ. വേനൻ നശിച്ചപ്പോൾ രാജ്യത്ത് അരാജകത്വം വീണ്ടും ഉണ്ടായി. ദുഷ്ടന്മാരുടെ ശല്യം ഭയപ്പെട്ട മഹർഷിമാരാൽ വേന ശരീരത്തിലെ തുട കടയപ്പെട്ടു. അപ്പോൾ വേന ശരീരം പാപമെല്ലാം നശിച്ചതായി തീർന്നു. ശുദ്ധമായി, ശരീരം വളരെ ശുദ്ധമായി. ആ സമയത്ത് പാപത്തിൻ്റെ ആകത്തുകയായി കറുത്ത് തടിച്ച ഒരു നിഷാദൻ ഉണ്ടായി. തുട കടഞ്ഞ സമയത്ത്, വേന ശരീരത്തിലെ തുട കടഞ്ഞ സമയത്ത് പാപത്തിൻ്റെ ആകത്തുകയായി കറുത്ത് തടിച്ച ഒരു നിഷാദൻ ഉണ്ടായി. അവൻ കാട്ടിലേക്ക് ഓടിപ്പോയി. ഇപ്രകാരം വേന ശരീരം പാപമെല്ലാം നശിച്ചതായി തീർന്നിരിക്കെ വേന ശരീരത്തിലെ ബാഹു അല്ലെങ്കിൽ കയ്യ് കടയപ്പെട്ടു. വേന ശരീരത്തിലെ കയ്യ് കടയപ്പെട്ടപ്പോൾ ഗുരുവായൂരപ്പ പൃഥുരൂപിയായി അവിടുന്ന് അവതരിച്ചു.